അപ്പോൾ ഗൈസ്, ഇന്ന് നമ്മൾ എളുപ്പത്തിൽ ഒരു കടലക്കറി ഉണ്ടാക്കിയാലോ? അടിപൊളിയായിട്ട് ഒരു എളുപ്പത്തിലുള്ള ഒരു റെസിപ്പി ഞാൻ നിങ്ങൾക്ക് വേണ്ടി പറഞ്ഞുതരാം. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ പുതിയ വ്ളോഗായിട്ടാണ് വന്നിരിക്കുന്നത്. ഇന്നത്തെ വ്ളോഗ് എന്ന് പറഞ്ഞാൽ ഞാൻ ഈസി ആയിട്ട് കടലക്കറി റെസിപ്പി നിങ്ങൾക്ക് ഉണ്ടാക്കി കാണിച്ചു തരുമോ? ഇവിടെ ജോർജിയയിൽ തന്നെ നിന്ന് നമുക്ക് വീട്ടിലെ സാധനങ്ങൾ തന്നെ വെച്ച് ഉണ്ടാക്കാനേ ഉള്ളൂ. വേറെ കൂടുതൽ കാര്യങ്ങളൊന്നും വേണ്ട. ആവശ്യത്തിനുള്ള സാധനങ്ങൾ മാത്രമേ ഉള്ളൂ. ഞാൻ എന്തൊക്കെയാണെന്ന് ഞാൻ കാണിക്കുന്നുണ്ട്. എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കാം. ഞാൻ അങ്ങനെ ഇരുന്നപ്പം ഇന്നെന്തായാലും ഇനിയിപ്പം വെളിയിലൊന്നും പോണില്ല. സാറ്റർഡേ സൺഡേ ആണ്, ജിമ്മിലെ റെസ്റ്റാണ്, ഡേ ആണ്. അതുകൊണ്ട് ഞാൻ പിന്നെ ചിന്തിച്ച് എന്തായാലും നിങ്ങൾക്ക് എളുപ്പത്തിൽ എങ്ങനെ ഉണ്ടാക്കിത്തരാം കാണിക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ ഞാൻ ഇന്ന് ഉണ്ടാക്കിയതാണ്. നല്ല ടേസ്റ്റാണ്. നിങ്ങൾ മസ്റ്റ് ട്രൈ സാധനമാണ്. നിങ്ങൾ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് പറയണം. അപ്പോൾ എന്തായാലും ഞാൻ ഉണ്ടാക്കാനുള്ള വീഡിയോ എന്തൊക്കെയാണ് റെസിപ്പി കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഇതൊക്കെയാണ് ഇൻഗ്രീഡിയൻസ്. സിമ്പിളായിട്ടുള്ള വീട്ടിലെ ഇൻഗ്രീഡിയൻസ് കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. വേറെ ഒന്നുമില്ല. മുളക്, ഗാർലിക്ക്, ബെൽ പെപ്പർ, പിന്നെ സവാള, ഇത്രയും മതി നമുക്ക് ഉണ്ടാക്കാൻ. പിന്നെ ഇത് ഞാൻ കട്ടാക്കി കഴിഞ്ഞപ്പോൾ ഉള്ള ഇതാണ് നിങ്ങൾ കാണുന്നത്. ഇതൊക്കെ കട്ടാക്കി എല്ലാം വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ കുക്കിങ്ങിലോട്ട് പോവാം. ഗ്യാസ് ഓണാക്കിയാണ്. അപ്പോൾ അതിന് ശേഷം നമുക്ക് എന്തായാലും ഒരു പാൻ എടുക്കണം. അപ്പോൾ പാൻ വയ്ക്കാം. പാൻ വെച്ചതിന് ശേഷം എണ്ണ ഒഴിക്കണം. ഞാൻ ഒലിവ് ഓയിലാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഒലിവ് ഓയിൽ ഉപയോഗിച്ചതിന് ശേഷം നമുക്ക് ജീരകം ഇടാം. 1 സ്പൂൺ ഞാൻ ഇടും. അപ്പോൾ അതിന് ശേഷം അത് ആവാൻ വേണ്ടി കുറച്ച് ചൂടാവാൻ വേണ്ടി ഇട്ട ശേഷം ഞാൻ സിനമൺ പൗഡർ കുറച്ചിടും. സിനമൺ ഞാനൊന്ന് മിക്സിയിൽ അടിച്ചതാണ്. അപ്പം അതൊരല്പം ഇടും ഫ്ലേവറിന് വേണ്ടി. പിന്നെ നമുക്ക് ക്യാപ്സിക്കവും പച്ചമുളകും ഇടാം. അതിനുശേഷം നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്യണം. അപ്പോൾ അത് കുറച്ച് ഒരു 5 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഗാർലിക് ഒന്ന് ഇട്ട് കൊടുക്കാം. ആദ്യമേ ഇടേണ്ടതായിരുന്നു, ഞാനൊന്ന് മറന്നു പോയതാണ്. അപ്പോൾ അതുകൊണ്ട് ഞാനൊന്ന് ഇടയ്ക്ക് ആക്കിയിട്ട് അത് വീണ്ടും ഞാൻ നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തുകൊണ്ട് കൊടുത്തായിരുന്നു. അതിനുശേഷം 5 മിനിറ്റ് കഴിഞ്ഞ ശേഷം നമുക്ക് സവാള ഇടാം. സവാള ഞാൻ 4 സവാളയാണ് എടുത്തത്. അപ്പോൾ നിങ്ങൾക്ക് എത്രയാണ് വേണ്ടത്? ഞാനിതൊരു 4 ദിവസം ഉപയോഗിക്കാൻ വേണ്ടിയാണ് ഇത്രയും ക്വാണ്ടിറ്റി ഞാൻ വെച്ചത്. അപ്പോൾ നിങ്ങൾക്ക് എത്രയാണ് ആവശ്യം അത്ര ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഫുള്ള് ഇതാക്കിയിട്ട് നമ്മൾ വീണ്ടും നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് എടുക്കണം. അതിനുശേഷം നല്ല രീതിയിൽ നല്ല ആ ഒരു ഫ്ലേവർ വരണ വരെ മിക്സ് ചെയ്ത് എടുക്കണം. നല്ല രീതിയിൽ തന്നെ മിക്സ് ചെയ്യണം. അപ്പോഴേക്കും ഒരു കളറ് മാറി വരും. ഒന്ന് സവാളയുടെ അല്പം കളറ് മാറും. അപ്പം നമുക്ക് മസാല ഇടാം. ഇനി ഞാൻ ആദ്യം ഉപ്പാണ് എടുത്തത്, 1 സ്പൂൺ. 1.5 സ്പൂൺ നമുക്കിടാം. പിന്നെ നമുക്ക് ഇടേണ്ട ആവശ്യമില്ല. അത് എത്ര ഇട്ടാൽ കറക്റ്റായിരിക്കും. പിന്നെ അടുത്തത് ഞാൻ ഇട്ടത് മഞ്ഞൾപ്പൊടിയാണ്. അതൊരു 1/4 ടേബിൾ സ്പൂൺ, ജസ്റ്റ് ഒന്ന് ഫ്ലേവറിന് വേണ്ടിയല്ലോ. പിന്നെ അതിന് ശേഷം ചിക്കൻ മസാല കുറച്ചിട്ടായിരുന്നു. പിന്നെ അതിന് ശേഷം കുരുമുളക് പൊടി 1 ടേബിൾ സ്പൂൺ, 1.5 ടേബിൾ സ്പൂൺ എല്ലാം ആവശ്യത്തിന് എരിവിന് എത്രയാണോ അത്രയുള്ള. പിന്നെ കൊറിയാണ്ടർ പൗഡർ. ഇത്രയാണ് ഞാൻ മസാല ഒന്ന് ഇതാക്കാൻ വേണ്ടി ഞാൻ ഇട്ടത്. അതിനുശേഷം നമുക്ക് മുളക് പൊടിയുണ്ട്. അത് ഇവിടത്തെയാണ്, നാട്ടിലല്ല. മറ്റതെല്ലാം നാട്ടിലായിരുന്നു. ഇവിടത്തെ ഞാൻ വാങ്ങിച്ചത്. അതും കൂടെ ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക. അതിനുശേഷം ഗരം മസാല കൂടെ ഇട്ടാൽ കുറച്ചുകൂടെ ഫ്ലേവർ ആയിരിക്കും. അതുകൊണ്ട് ഞാൻ ഗരം മസാലയും കൂടെ ഇടാൻ പോവുകയാണ്. അപ്പോൾ അതും ഞാൻ കുറച്ച് എത്രയാണ് ആവശ്യം അത്രയാണ് ഇട്ടത്. അതിനുശേഷം നല്ല രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പം ഇതിൻ്റെ നല്ലൊരു ഫ്ലേവറും എല്ലാം കൂടെ മിക്സായി കളറൊന്ന് ചേഞ്ച് ആവും.
അതിനുശേഷം നമ്മൾ വാങ്ങിച്ച ഞങ്ങളുടെ ടിന്നിലെ കടലയാണ് വാങ്ങിക്കുന്നത്, ചിപ്പി. അപ്പം അത് ഞാൻ 2 പാക്കറ്റാണ് വാങ്ങിച്ചത്, 2 ടിൻ. അപ്പോൾ അത് ഫുള്ളൊന്ന് തട്ടി കൊടുക്കുക, രണ്ടാമത്തെ ടിന്നും തട്ടുക. ഇതാണിത്. അപ്പോൾ അതിനുശേഷം അതൊന്ന് നല്ല രീതിയിൽ മിക്സ് ചെയ്യുക. മിക്സാക്കിയതിന് ശേഷം അടുത്തത് ടൊമാറ്റോ പ്യൂറേ. അത് ഞാൻ ഇവിടെ നിന്ന് വാങ്ങിച്ചതാണ്. അപ്പോൾ അതൊരു 2-3 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കണം. അപ്പോഴേക്കും കളർ മാറി ചുവന്ന് വരും. അപ്പോൾ അതിനുശേഷം ഞാനിപ്പം എല്ലാം മിക്സാക്കി കളറൊന്ന് ചേഞ്ച് ആയിട്ടുണ്ട്. അതിനുശേഷം 2 കപ്പ് വെള്ളം ഞാനൊന്ന് ഒഴിച്ചു കൊടുത്തത്. രണ്ടാമത്തെ കപ്പ് ഇപ്പോൾ ഒഴിച്ചു. അതിനുശേഷം നല്ല ഒന്ന് തിളച്ച് വരുമ്പോഴേക്കും ഞാൻ കുറച്ച് തൈര് ഒരു 2 സ്പൂൺ ഞാൻ ഇട്ട് കൊടുത്തായിരുന്നു. നല്ലൊരു ടേസ്റ്റ് വരും അപ്പോഴേക്കും. അതിനുശേഷം ഞാൻ കുറച്ച് ടൊമാറ്റോ സോസും കൂടെ കുറച്ച് ആവശ്യത്തിന് എത്രയാണ് നിങ്ങൾക്ക് വേണ്ടത് അതങ്ങ് ഇട്ട് കൊടുത്താൽ മാത്രം മതി. കൂടുതലാവില്ല, എന്നാൽ അതിൻ്റെ ഒരു മധുരം വരും. അപ്പോൾ ഞാനത് അല്പം ഇട്ട് കൊടുത്തായിരുന്നു. അപ്പോൾ അതിനുശേഷം നമ്മളെ ലാസ്റ്റ് ഒരു കാര്യം കൂടെ ഇത് ചെയ്യാനുണ്ട്. അത് ചന്ന മസാലയുടെ പൗഡറുണ്ട്. അപ്പം അതും കൂടെ, ആ പൊടിയും കൂടെ ഒരു ഫ്ലേവറിന്, അപ്പോൾ അതും കൂടെ ഒന്ന് അല്പം ഇട്ട് കൊടുത്ത് നല്ല രീതിയിൽ മിക്സ് ചെയ്യുക. പിന്നെ നമ്മൾ കസൂരി മേത്തി, അതാണ് ഞാൻ ഗാർണിഷിങ്ങിന് വേണ്ടി ഉപയോഗിച്ച സാധനം. അപ്പോൾ ഇതും കൂടെ അങ്ങ് ലാസ്റ്റ് നിങ്ങൾ ഗാർണിഷിങ്ങിന് വേണ്ടി ഇട്ട് കൊടുത്താൽ കറി പൂർണ്ണമായിട്ട് റെഡിയാവും. ഇത് ഇത്രയും സിമ്പിൾ റെസിപ്പിയാണ്, അതായതാണ് ഞാൻ ലാസ്റ്റായിട്ട് ഇട്ടത്. അപ്പോൾ കുറച്ചും കൂടെ നമ്മൾ ആ ഒരു ഫ്ലേവറും കാര്യങ്ങളൊക്കെ കിട്ടും, നല്ല ടേസ്റ്റാണ്. അപ്പം നിങ്ങളത് എന്തായാലും മസ്റ്റ് ട്രൈ ആണ്. എന്നിട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്യുമ്പോൾ പിന്നെ ആ ഒരു എല്ലാം കൂടെ ഒന്ന് മിക്സായി വരുമ്പോഴേക്കും നമ്മളൊന്ന് 5-10 മിനിറ്റ് ഒന്ന് വേകാൻ വേണ്ടി അടച്ചു വയ്ക്കണം. എന്നിട്ട് വേകാൻ വേണ്ടി ഒന്ന് അടച്ചു വയ്ക്കുക. അതിനുശേഷം നമ്മളൊരു 5 മിനിറ്റ് കഴിഞ്ഞ് സാധനം 5 മിനിറ്റ് കഴിയുമ്പോൾ സാധനം റെഡി ആയിട്ടുണ്ട്. ഇതാണ് നമ്മളെ കടലക്കറി. ഓക്കെ, എന്താ അടിപൊളിയാണ്. ഇത്രയേ ഉള്ളൂ. ഇത്ര സിമ്പിളായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാനേ ഉള്ളൂ. അപ്പോൾ ഗൈസ്, കടലക്കറി എല്ലാം ഉണ്ടാക്കി കഴിഞ്ഞു. അപ്പോൾ ഞാൻ എല്ലാം കാണിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് ആ വീഡിയോയിൽ. എത്ര എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും അത്ര എളുപ്പത്തിലാണ്. ഞാനിപ്പോൾ ഇവിടെ വെളിയിലാണ്, സ്റ്റുഡൻ്റായിട്ട് ഞാൻ ഇത്ര പെട്ടെന്നൊക്കെ ചെയ്യുന്നുണ്ട്. അതൊരു 20 മിനിറ്റ്, നമുക്കൊരു മാക്സിമം 20-25 മിനിറ്റിൽ നമുക്ക് എല്ലാ സാധനവും, വീട്ടിലുള്ള സാധനമാണ്, എല്ലാം എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ആ വീഡിയോ കണ്ട് മാക്സിമം സപ്പോർട്ട് ചെയ്യണം. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും കമൻറ്റ് ചെയ്യണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കണം. അപ്പോൾ നമുക്കൊരു അടുത്തൊരു അടിപൊളി വ്ളോഗുമായിട്ട് നാളെ കാണാം. അപ്പോഴേക്കും ഗുഡ് ബൈ.